ഹായ് ഫ്രണ്ട്സ്, ചെറിയ കാര്യങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൺലൈൻ മീറ്റിങ്ങുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളും ഒക്കെ തന്നെ നടത്തുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതിയും വരച്ചും ടൈപ്പ് ചെയ്തും ചിത്രങ്ങൾ കാണിച്ചും മനോഹരമാക്കണം എന്ന് തോന്നിയിട്ടില്ലേ? ഒരു സോഫ്റ്റ്വെയറും ഇൻസ്റ്റാൾ ചെയ്യാതെ, ഒരു ആപ്പും ഇൻസ്റ്റാൾ ചെയ്യാതെ നമുക്ക് ഇത് വളരെ ഈസിയായി സാധിക്കാവുന്നതാണ്. അതിനായി ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് ജാംബോർഡ്. ഈ ജാംബോർഡ് ഉപയോഗിച്ച് നമ്മളുടെ മീറ്റിങ്ങുകളും ക്ലാസ്സുകളും എങ്ങനെ വളരെ മനോഹരവും ഫലപ്രദവും ആക്കാം എന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യമായി നമുക്ക് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യണം. അത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ക്രോമോ അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സോ ഏതെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഫയർഫോക്സ് ആണ്. ഫയർഫോക്സ് തുറന്നു വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് google.com പോവുക എന്നുള്ളതാണ്. google.com പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് കിട്ടുക. ഈ പേജിൻ്റെ ഇവിടെ നമുക്ക് ജിമെയിൽ ഇമേജസ് എന്നൊക്കെ എഴുതിയതിൻ്റെ അടുത്തായിട്ട് നമ്മളുടെ അക്കൗണ്ടിൻ്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ പിക്ചർ കാണാം. ഇനി അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും നമ്മൾ സൈൻ ഇൻ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ അക്കൗണ്ട്, ജിമെയിൽ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യുക. നമ്മൾ മെയിലിന് ഉപയോഗിക്കുന്ന അക്കൗണ്ട് അതേപോലെ തന്നെ ആ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും ചെയ്യേണ്ടതില്ല. എന്നിട്ട് നമ്മളിവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണ്. ഗൂഗിൾ ജാംബോർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് കാണാം, ഗൂഗിൾ ജാംബോർഡ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ വരുന്നതാണ് ഗൂഗിൾ ജാംബോർഡ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ജാംബോർഡ് തുറന്നു വരും. അപ്പോൾ ഇതുവരെ നമ്മൾ ഗൂഗിൾ ജാംബോർഡ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു പേജാണ് തുറന്നു വരിക. യു ഡോണ്ട് ഹാവ് എ ജാം യെറ്റ്, ടാപ്പ് ടു ക്രിയേറ്റ് വൺ എന്ന് കാണാം. ഇതിൻ്റെ താഴെയായിട്ട് ഒരു പ്ലസ് ചിഹ്നം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജാംബോർഡ് നമുക്ക് തുറന്നു വരും. ജാംബോർഡ് തുറന്നു വന്നിരിക്കുകയാണ്. ഇത്രയും ഈസിയാണ് ഈ ജാംബോർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ 1 out of 1 എന്ന് കാണാം. അതായത് നമുക്കിപ്പോൾ ഒരു പേജേ ഉള്ളൂ ബോർഡിന്. അപ്പോൾ നമുക്കിതിനകത്ത് എത്ര പേജ് വേണമെങ്കിലും കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത. അതിന് ഇവിടെ ക്രിയേറ്റ് എ ഫ്രെയിം എന്നൊരു ഏറോ മാർക്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 2 പേജായിരിക്കുകയാണ്. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 പേജായി. അപ്പോൾ നമുക്ക് എത്ര പേജ് വേണോ അത്രയും പേജ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൂട്ടി വെക്കാം. മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓരോ ബോർഡിലും വേണ്ടത് എന്താണെന്ന് ചെയ്തു വെച്ച് അത് മിനിമൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മീറ്റിംഗ് നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ നമ്മൾ ഇവിടെ ഇതിനിപ്പുറത്തുള്ള ഏറോയിൽ ക്ലിക്ക് ചെയ്ത് 1ാമത്തെ പേജിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ 1ാമത്തെ പേജ് വന്നിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്, ഇതിൻ്റെ സൈഡിൽ ടൂൾ ബാർ ഉണ്ട്. കുറേ ഓപ്ഷൻസ് കാണാം ഇവിടെ. ഇതിനകത്ത് ഇവിടെ സ്റ്റിക്കി നോട്ട് എന്ന് പറയുന്ന ഒരു ടൂള് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സ്റ്റിക്കി നോട്ട് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ ഇവിടെ നോട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പോയം ആണ് സ്റ്റിക്കി നോട്ടായിട്ട്, ഒരു പോയത്തിൻ്റെ പേരാണ് സ്റ്റിക്കി നോട്ടായിട്ട് കൊടുക്കുന്നത്. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. എന്നിട്ട് ഇവിടെ നമ്മൾ സേവ് കൊടുക്കുക. എന്നിട്ടൊന്ന് പുറത്ത് ക്ലിക്ക് ചെയ്താൽ ഈ സ്റ്റിക്കി നോട്ട് ഇവിടെ ഇങ്ങനെ കാണാം. ഇനി ഈ സ്റ്റിക്കി നോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് വെക്കാം. പിന്നെ ഇവിടെ ഇതിൻ്റെ കോർണറിൽ പിടിച്ച് ഇത് വലുതാക്കാം. ഇതിൻ്റെ ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്. അവിടെ എഡിറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇത് തുറന്നു വരും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കളർ മാറ്റി കൊടുക്കാം. ഉദാഹരണത്തിന് ബ്ലൂ കളർ കൊടുത്തു. എന്നിട്ട് സേവ് ചെയ്യാം.
പിന്നെയും നമ്മളിതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റാം. ഇതൊന്ന് ഈ കോർണറിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചരിച്ചു വെക്കാം. ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്നുകൂടെ വരും. നമുക്കത് എടുത്തിട്ട് ഇപ്പുറത്ത് കൊണ്ടുവെക്കാം. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ ടെക്സ്റ്റ് അങ്ങ് മാറ്റിക്കളയാം. ഇവിടെ എഡിറ്റ് കൊടുത്തിട്ട് വേറൊരു ടെക്സ്റ്റ് കൊടുക്കാം, സേവ് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സ്റ്റിക്ക് ചെയ്തേക്കാം. താഴോട്ടൊക്കെ സ്റ്റിക്ക് ചെയ്തേക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. എത്ര സ്റ്റിക്കി നോട്ട് വേണമെങ്കിലും നമുക്ക് നിർമ്മിച്ച് ഈ പേജിനകത്ത് വെക്കാം. അടുത്തത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഈ ടൂൾ ബാറിനകത്ത് ടെക്സ്റ്റ് ബോക്സ് ടി എന്ന് എഴുതിയത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെയും പ്രത്യേകത, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിങ്ങനെ നീട്ടി വെക്കാം, അതുപോലെ തന്നെ ഇതിങ്ങനെ എടുത്ത് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. ഇത് വേണം ഇങ്ങനെ ചരിച്ച് വെക്കാം. ഈ കോർണറിൽ പിടിച്ചിട്ട് നമുക്കിതിങ്ങനെ ചരിക്കാം ആവശ്യമുള്ളതുപോലെ. പിന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ എഡിറ്റ്, ഡ്യൂപ്ലിക്കേറ്റ്, ഡിലീറ്റ്, ഓർഡർ ചെയ്യാൻ ഒക്കെയുള്ള ഓപ്ഷനുകളുണ്ട്. അത് മാത്രമല്ല, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലുതാക്കാം, അതുപോലെ തന്നെ ഇത് കളറ് മാറ്റാം, അതുപോലെ തന്നെ ഇത് അലൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ലഭ്യമാണ്. ഇനി രണ്ടാമത്തെ പേജിലേക്ക് പോകണമെങ്കിൽ മുകളിൽ നെക്സ്റ്റ് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് വരും. ഈ രണ്ടാമത്തേത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിനകത്തൊരു ചിത്രമാണ് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ചിത്രം കുട്ടികളെ കാണിക്കുക? അപ്പോൾ നമുക്കിവിടെ ടൂൾ ബാറിനകത്ത് ആഡ് ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ഫ്രം യുവർ ഡിവൈസ്, സെലക്ട് ഫയൽസ് ഫ്രം യുവർ ഡിവൈസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് എവിടെയാണോ ഉള്ളത് അത് കാണിച്ചു കൊടുക്കാം. ഓപ്പൺ ചെയ്യാം. ചിത്രം ഓപ്പൺ ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതും ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ വെച്ച് ചെറുതാക്കാം, വലുതാക്കാം, ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഈ ചിത്രത്തെ ഇങ്ങനെ വളച്ചും തിരിച്ചും ഇഷ്ടമുള്ളതുപോലെ വെക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. മാത്രമല്ല, നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഇമേജ് ഇല്ല എങ്കിൽ നമുക്ക് ഇവിടെ ഗൂഗിൾ ഇമേജ് സെർച്ച് ചെയ്യാം, ഗൂഗിൾ ഡ്രൈവ് എന്നെടുക്കാം, ഫോട്ടോസ് എന്നെടുക്കാം. അങ്ങനെ പല ഓപ്ഷനുകളും ഇവിടെ ലഭ്യമാണ്. നേരിട്ട് ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ചിത്രം സെർച്ച് ചെയ്ത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് വേറൊന്ന്, ഞാൻ മൂന്നാമത്തെ പേജിലേക്ക് പോയിരിക്കുകയാണ്. അടുത്ത വേറൊരു രസകരമായ ഒരു ഓപ്ഷൻ ഇതിനകത്തുള്ളത് പെന്നാണ്. ഈ പെന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇപ്പോൾ സയൻസ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ, അതുപോലെ തന്നെ മാത്സ് ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് പലതും വരയ്ക്കേണ്ടി വരും. അങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെ വരയ്ക്കാം. വരയ്ക്കുന്ന സമയത്ത് അത് അല്പം തെറ്റിപ്പോയാൽ ഇവിടെ ഇതിൻ്റെ താഴെ, പെന്നിന് താഴെ എറേസർ ഉണ്ട്, അതെടുത്തിട്ട് മായ്ക്കാം. ഇനി നമുക്ക് വീണ്ടും നേരത്തെ പേജിലേക്ക് പോകണമെങ്കിൽ പ്രീവിയസ് ഫ്രെയിമിലേക്ക് പോവുക, ഒന്നാമത്തെ. ഇനി നമുക്കിവിടെ ലഭ്യമായ മറ്റൊന്ന്, ഇവിടെ ലേസർ ടൂൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് അടയാളപ്പെടുത്തി പറഞ്ഞു കൊടുക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ആ വര അവിടെ നിൽക്കുകയായിരുന്നു. പക്ഷേ ഇത് ആ പറയുന്ന സമയത്ത് മാത്രമാണ് ഇവിടെ നിൽക്കുക, പിന്നെ അത് ഓട്ടോമാറ്റിക്കലി മാഞ്ഞു പോകും. അപ്പോൾ പേജ് വൃത്തികേടാവാതെ ഇങ്ങനെ കിടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിങ്ങനെ കുട്ടികൾക്ക് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കാം. ഈ ഭാഗമാണ് പറയുന്നത് എന്ന് കാണിച്ചു കൊടുക്കാം. പിന്നെ ഇതിനകത്തുള്ള വേറൊരു പ്രത്യേകത, ഇവിടെ നമുക്കിവിടെ ഒരു സർക്കിൾ എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് സർക്കിൾ ഇങ്ങനെ വരയ്ക്കാം. അതിൻ്റെ കൂടാതെ തന്നെ അതിൻ്റെ സൈഡിലൊരു ഏറോ കാണാം, സർക്കിളിൻ്റെ സൈഡിൽ. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് എടുക്കാം എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ എടുത്തിട്ട് ഇങ്ങനെ വരയാം. അതുപോലെ ഒരു ഏറോ മാർക്കാണ് വേണ്ടതെങ്കിൽ ഇങ്ങനെ വരയാം. ഇവിടെ ഡയമണ്ട് ആണെങ്കിൽ ഇങ്ങനെ വരയാം.
ഇങ്ങനെ ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കിടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഇനി ഇതിനകത്ത് ഫിൽ കളർ കൊടുക്കാം. അപ്പോൾ ഇവിടെ കളർ ഫില്ലായിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ ലഭ്യമായ ഒന്നാണ് ജാംബോർഡ്. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പറയാൻ പോകുന്നത്. അതായത് ഈ ജാംബോർഡിൽ നമ്മളൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ പേജിലായിട്ട് മായ്ക്കാതെ വെച്ചിട്ടുണ്ടാവുമല്ലോ. മായ്ക്കേണ്ട കാര്യമില്ല, പുതിയ പേജ് എടുക്കാം. അപ്പോൾ ചെയ്തതൊക്കെ അവിടെ തന്നെ വെക്കുക. എന്നിട്ട് ഈ പേജുകളെ അങ്ങനെ തന്നെ PDF ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് അത് കുട്ടികൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ മെയിൽ വഴിയോ ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ നോട്ട്, ഇത് ലെക്ചർ നോട്ടാണ്, ഈ നോട്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഒരു 3 ഡോട്ട്സ് കാണാം. ഇതിൻ്റെ മുകളിലായിട്ട് ഈ 3 ഡോട്ട്സ് മോർ ആക്ഷൻസ് ആണ്. ഈ മോർ ആക്ഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജാംബോർഡിനൊരു പേര് കൊടുക്കാം. ഒന്നാമത്തത് ഇതിന് നമ്മൾ കൊടുക്കുകയാണ് ക്ലാസ് 1. ഇത് കൊടുക്കണം, കാരണം ഇനി നമ്മൾ ജാംബോർഡ് തുറക്കുന്ന നേരം ഈ ക്ലാസ് ഇവിടെ തന്നെ ഉണ്ടാവും. രണ്ടാമത്തത് ഡൗൺലോഡ് as PDF. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചെയ്ത ക്ലാസ് അതുപോലെ തന്നെ സേവായി കിട്ടും. ഈ പേജസ് മുഴുവൻ നമ്മളുടെ ഡൗൺലോഡ്സിൽ വന്ന് കിടക്കുന്നുണ്ടാകും. നമുക്കൊന്ന് നോക്കാം. ഇവിടെ ക്ലാസ് 1 എന്നും പറഞ്ഞിട്ട് വന്ന് കിടക്കുന്നുണ്ട്. ഡൗൺലോഡ്സിലാണ് ഉണ്ടാവുക. ഇതാ ഓരോ പേജ് നമ്മളിപ്പോൾ ചെയ്ത ഓരോ പേജ് ഇവിടെ. 4ാമത്തെ പേജിലൊന്നും ചെയ്തിട്ടില്ല, 3ാമത്തെ പേജ് ഇങ്ങനെ ചെയ്തു, 2ാമത്തെ പേജ് ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി അതിനകത്ത് തന്നെ സേവ് ഫ്രെയിം ആസ് ഇമേജ്, അതായത് ഇപ്പോൾ PDF അല്ലാണ്ട് അതിനെ JPG ഇമേജ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഡിലീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കോപ്പി എക്സ്ട്രാ ഉണ്ടാക്കാം. ഇത് മുമ്പ് ചെയ്ത് വെച്ചൊരു ക്ലാസ് ആണെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഓപ്ഷനുകൾ ഇതിനകത്ത് ലഭ്യമുണ്ട്. അപ്പോൾ PDF ആയിട്ടും ഇമേജ് ആയിട്ടും നമുക്കിതിനെ ഡൗൺലോഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കാം. വേറൊരു ഓപ്ഷൻ ഇതിനകത്തുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഈ ഷെയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഈ ജാംബോർഡ് ഷെയർ ചെയ്യേണ്ടുന്ന ആളുകളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഇമെയിൽ അഡ്രസ്സുകൾ ടൈപ്പ് ചെയ്ത് കൊടുത്തോ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്തോ ചേർക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് സെൻഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജാംബോർഡ് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു ടിപ്പുമായി അടുത്ത ഒരു ക്ലാസ്സിൽ കാണുന്നതുവരെ ബൈ.